കൊച്ചി ചെല്ലാനം മാലാകപ്പടിയിൽ തീരത്ത് വീപ്പ അടിഞ്ഞു. ബേപ്പൂരിൽ അപകടത്തിൽപ്പെട്ട വാൻഹായ് കപ്പലിൽ നിന്നുള്ള വീപ്പ എന്നാണ് സംശയം. അതേസമയം ബേപ്പൂർ തീരത്ത് തീപിടിച്ച കപ്പലിൽ നിന്ന് കാണാതായ നാവികസേനയുടെ തെരച്ചിൽ ഇന്ന് ആരംഭിക്കും. നാവികസേന ഉദ്യോഗസ്ഥർ ഇന്ന് കപ്പലിനകത്തു കയറി പരിശോധിക്കും. കപ്പൽ പൂർണ്ണമായും നിയന്ത്രണത്തിലെന്ന് നാവികസേന വ്യക്തമാക്കി. കൊച്ചി തീരത്ത് നിന്ന് 45 നോട്ടിക്കൽ മൈൽ എന്ന സുരക്ഷിതമായ സ്ഥലത്തേക്ക് കപ്പൽ തുടരുന്നു എന്ന് നാവികസേന PRO അതുൽ പിള്ള ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മൂന്ന് ടഗ്സ് കമ്പനി ഹയർ ചെയ്ത് അവർ ആ ഷിപ്പിനെ ടോ ചെയ്തുകൊണ്ട് ഒരു 1000 മീറ്റർ ഡെപ്ത് ഉള്ള ഏരിയയിലോട്ട് കൊണ്ടുപോയിക്കുക. 40 to 45 നോട്ടിക്കൽ മൈൽ ആ ഒരു സ്ഥലത്ത് അതിനെ ഹോൾഡ് ചെയ്തേക്കുക. തീയുടെ ഇന്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ പുക വരുന്നുണ്ട് ചില സ്കാറ്റേർഡ് ലൊക്കേഷനിൽ. ആ ഒരു പൊസിഷനിൽ ഇന്ന് ഹോൾഡ് ചെയ്തോണ്ടിരിക്കും. പിന്നെ നേവിയുടെയും കോസ്റ്റ് ഗാർഡ് ഷിപ്പ് ആ ഏരിയയിൽ ഇൻ കേസ് ഓഫ് ഒരു എന്തെങ്കിലും എമർജൻസി എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ അവരും അവിടെ സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നമുക്കൊപ്പം ചേരുന്നത്. സഹിൻ, ആദ്യം ഈ വീപ്പ അടിഞ്ഞ സംഭവത്തിലേക്കാണ്. കാസർഗോഡ് ഭാഗത്തും ഇന്നലെ ഒരു വീപ്പ അടിഞ്ഞിരുന്നു. വാൻഹായിലേതാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. ഇപ്പോൾ ഈ വീപ്പ അടിഞ്ഞ ഭാഗത്താണോ സഹിൻ ഉള്ളത്? തീർച്ചയായിട്ടും ബിനിലെ, ഇപ്പോൾ ചെല്ലാനം മാലാകപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുത്തെ ഏതാനും ചില ചെറുപ്പക്കാരൊക്കെ ഇറങ്ങി ആ വീപ്പ് എടുക്കാനുള്ള നീക്കമൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും അവരുടെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മുൻ ജനപ്രതിനിധിയും ഒപ്പം തന്നെ CPM-ന്റെ ഇവിടുത്തെ നേതാവുമായിട്ടുള്ള ആന്റണി ശീലൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശീലൻ ഒരു മത്സ്യത്തൊഴിലാളി കൂടിയാണ്. ആന്റണി ശീലനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ആന്റണി ശീലൻ, എപ്പോഴാണ് ഈ വീപ്പ് അടിഞ്ഞത്? ഇവിടെ അതിരാവിലെ ഇവിടെ കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ള കടലിൻ്റെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആൾക്കാരൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വീപ്പയെ സംബന്ധിച്ച് കാണാനിടയായത്. സ്വാഭാവികമായിട്ടും അപ്പോൾ തന്നെ എല്ലാവരും ചേർന്നുകൊണ്ട് റവന്യൂ അധികാരികളെയും പോലീസിനെയും വിളിച്ചു വരുത്തുകയും പോലീസ് ആ സമയത്ത് തന്നെ ഇവിടെ എത്തുകയും ഇപ്പോൾ കളക്ടറേറ്റിൽ നിന്നെല്ലാം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു വീപ്പയാണ് ഇവിടെ കണ്ടെത്തിയെങ്കിലും അതിനകത്തൊരു ആശങ്കയുണ്ട് എന്തായിരിക്കും സംബന്ധിച്ചുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ആശങ്ക പരിഹരിക്കുക എന്നുള്ളതും ഇത്തരത്തിൽ എന്തെങ്കിലും വസ്തുക്കളൊക്കെ വന്നാൽ അത് കൃത്യമായും അതിൻ്റെ ഉത്തരവാദിത്വബോധത്തോടുകൂടി അതിനെ ഒരു കൈകാര്യം ചെയ്യാൻ കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ആശങ്കകളാണെങ്കിലും വലിയ ആശങ്കയാണെങ്കിലും അപ്പോൾ അത് പരിഹരിക്കുക തന്നെ വേണമെന്നുള്ളതാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇത് വാൻഹായ് കപ്പലിലാണുള്ള സാധ്യത ഉണ്ടോ? ഇത് തീർച്ചയായും നമുക്ക് പറയാൻ കഴിയുന്നതല്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വീപ്പകൾ ഒന്നും അടുത്ത കാലത്തൊന്നും ഈ പ്രദേശത്തൊന്നും അടിഞ്ഞിട്ടില്ല. കാരണം എന്തെങ്കിലും വല്ല ചെറിയ തുണികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മഗ്ഗുകളോ അങ്ങനെ ചെറിയ പാത്രങ്ങൾ. പക്ഷേ ഇതുപോലത്തെ ഒരു വീപ്പ വന്ന് അടിയുന്നത് അടുത്ത കാലത്ത് ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സന്ദർഭം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഇതിനെ ഒരു നമുക്ക് ഗൗരവത്തിൽ എടുക്കാനുള്ള നീക്കം നടത്തിയിട്ട് എന്താ നിർത്തിക്കളഞ്ഞെന്താ? അത് സ്വാഭാവികമായിട്ടും ഇതിന് ഇപ്പം ഇങ്ങനെ ഒരു കാര്യങ്ങൾ വന്നാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ദുരന്ത നിവാരണ സമിതി അറിയിച്ചിട്ടുള്ളത് ഇത് ജനങ്ങളെന്നതിലെ പബ്ലിക് ഇക്കാര്യത്തിനകത്ത് ഇടപെടാൻ പാടില്ലെന്നും അത് കൃത്യമായ പരിശോധന ഫയർഫോഴ്സും അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസും ഡിപ്പാർട്ട്മെൻറ്റൊക്കെ എല്ലാം നന്നായി പരിശോധിച്ചിട്ട് അതിനകത്ത് അപകടകരമായ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് എടുക്കാമെന്ന് സംബന്ധിച്ച് അതുകൊണ്ട് അത്തരം ഒരു റിപ്പോർട്ട് കൂടി പരിശോധന വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് പബ്ലിക്കായി ജനങ്ങളെല്ലാം ആ കാര്യത്തിനകത്ത് സഹകരിക്കാൻ തയ്യാറാണ്. ബില്ല് അത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വീപ്പ് എടുക്കാനുള്ള ഒരു നീക്കമൊക്കെ ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ നടത്തിയിരുന്നു, പക്ഷെ അത് സാധ്യമായില്ല. അതോടൊപ്പം തന്നെ ഇത് എന്താ ജില്ലാ കളക്ടർ വന്നിട്ട് അറിയിക്കാന്നാണ് പറഞ്ഞത്. അതെ, ഞാനിവിടുത്തെ ചെല്ലാനം പഞ്ചായത്ത് മെമ്പറാണ്. ഞാനിവിടെ ജില്ലാ കളക്ടർ വന്നിട്ട് എടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ബില്ല്. എന്തായാലും കളക്ടർ വന്നിട്ട് ഈ വീപ്പ ഇവിടെ നിന്ന് മാറ്റാം അല്ലെങ്കിൽ അത് നീക്കം ചെയ്യാമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വാൻഹായ് കപ്പലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കപ്പല് പൂർണ്ണമായിട്ടും നാവികസേനയുടെ നിയന്ത്രണത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇന്ന് മറ്റ് 4 നാവികരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കങ്ങളും നാവികസേന ആരംഭിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറിൽ നിന്നുള്ള പല വീപ്പകളും പല തീരങ്ങളിലായി അടിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നാട്ടുകാർ ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയായിരുന്നു. ചെല്ലാനം പോലീസ്, കണ്ണമാലി പോലീസ് ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. പോലീസ് അവരെ ഇതിന് സംരക്ഷണം നിൽക്കുക എന്നുള്ളതായിരുന്നു. നേരത്തെ തന്നെ ഈ കപ്പലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു. ഇത്തരം വീപ്പകളൊക്കെ അടിഞ്ഞു കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ ഈ പോലീസിനെയും അല്ലെങ്കിൽ ആ പ്രദേശത്തെ ജനപ്രതിനിധികളെയും അറിയിക്കണമെന്നുള്ളതായിരുന്നു. കൃത്യമായി തന്നെ നാട്ടുകാർ അക്കാര്യമെല്ലാം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏതാനും ചില ചെറുപ്പക്കാർ ഈ വീപ്പ ഇവിടെ നിന്നും എടുത്ത് നീക്കം ചെയ്യുന്നതിന് സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിന് നീക്കം നടത്തിയിരുന്നു. പക്ഷേ അവർക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് വീപ്പ ഇപ്പോൾ എടുക്കേണ്ടതില്ല. അത് പോലീസിൻ്റെ ഒപ്പം തന്നെ ജില്ലാ കളക്ടറുടെ അടക്കം നിർദ്ദേശം കിട്ടിയതിന് ശേഷം മാത്രം വീപ്പ ഇവിടെ നിന്ന് നീക്കം ചെയ്താൽ മതി എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത് ചെല്ലാനം മാലാകപ്പടി എന്ന് പറയുന്ന സ്ഥലം.
സ്ഥലത്താണ്. ഈ മാലാകപ്പടിയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വ്യൂ പടിയുന്നത്. അങ്ങനെയല്ലേ ആന്റണി ശീലൻ? ഇതിനു മുമ്പൊന്ന് സാധാരണ കടൽക്ഷോഭമൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും കയറ്റുവായോ മറ്റ് സംവിധാനങ്ങളോ നടിയുന്നത്. ഇങ്ങനെ ഒരു സംവിധാനം ആദ്യമാണ്, ഇങ്ങനെ ഒരു വീപ്പയും മറ്റും വരുന്നത്. കാരണം സ്വാഭാവികമായിട്ട് ഇതൊരു പുറങ്ങളിൽ നിന്ന് ഒഴുകി തന്നെ വരാനുള്ള സാധ്യതയാണ് നമുക്ക് കാണുന്നത്. കാരണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നം. ഇങ്ങനെ ഒരു വസ്തു ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ച് 2-3 ദിവസമായി വടക്കൻ കടൽ കൂടുകയും വടക്കുന്ന് തെക്കോട്ടി കടൽ വളരെ ഫാസ്റ്റായി പോകുന്ന സന്ദർഭത്തിൽ ഇത് വരുന്നത് ആശങ്കാജനകമാണ്. അത് കണ്ടെത്തി പരിഹരിക്കേണ്ടതാണ്. അത് തന്നെയാണ് ആശങ്കയുണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം. മത്സ്യത്തൊഴിലാളികളൊക്കെ നിരവധി പോകുന്ന ഒരു കടൽ കൂടിയാണ് ഈ ഭാഗത്ത്. നിരവധി മത്സ്യത്തൊഴിലാളികളുള്ള ഒരു മേഖല കൂടിയാണ്, ജനവാസ മേഖലയാണ്. ഇത്തരം വീപ്പകളൊക്കെ വരുമ്പോൾ ആളുകൾക്ക് വലിയ ഭയമുണ്ട്. എങ്കിൽ തന്നെയും ചെറുപ്പക്കാരായിട്ടുള്ള മിടുക്കന്മാർ അവരിറങ്ങി ഈ വീപ്പയും ഇത്തരം കണ്ടെയ്നറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ ആരംഭിക്കും. അവർക്ക് വീപ്പ വന്നതിലാണ് ഒരു വിഷമം, കണ്ടെയ്നർ വന്നം എന്നുള്ളൊരു കാര്യമാണ് ഈ ചെറുപ്പക്കാരൊക്കെ പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇവിടെ ആദ്യം താമസിയാതെ ജില്ലാ കളക്ടർ എത്തി ആ വീപ്പ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ട നടപടികൾ ആരംഭിക്കുമെന്നാണ്. ശക്തമായ കടലുണ്ട്, കടലിപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നിടം ചെല്ലാനമാണ്. ഇതിന് തൊട്ടടുത്താണ് കണ്ണമാലി എന്ന് പറയുന്ന സ്ഥലം. അവിടെ കടൽ കയറിയ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. ബിനിൽ, സഹിൻ, ഒറ്റ കാര്യം കൂടി, ഈ 4 നാവികരെയാണല്ലോ ഇനി കാണാനുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ ആകുന്നത്, അല്ലെങ്കിൽ വാൻഹായ് കപ്പലിൽ കാണാതായിട്ടുള്ള അത്രയും ആളുകളുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി ഇന്ന് ഇന്ത്യൻ നേവിയുടെ വിദഗ്ധർ ആ കപ്പലിനകത്തേക്ക് കയറുകയാണല്ലേ? തീർച്ചയായിട്ടും ഇല്ല. ഇന്ത്യൻ നാവികസേന ആ 4 നാവികരെ കണ്ടെത്താനുള്ള ഒരു നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ 4 നാവികർക്ക് പകരം 22 നാവികരുണ്ടായിരുന്നതിൽ 18 നാവികരെ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. 4 നാവികരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ആ 4 നാവികരെ കൂടി കണ്ടെത്താൻ വേണ്ടിയാണ് ഇന്ത്യൻ നാവികസേന അവരുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇന്ത്യൻ നാവികസേനയുടെ മിടുക്കരായിട്ടുള്ള ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ആ കപ്പലിനകത്ത് പ്രവേശിക്കുകയും ഈ 4 നാവികരെ കാണാതായ 4 നാവികരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ നാവികസേനയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് കപ്പൽ. ഇപ്പോൾ കൊച്ചി തീരത്തിന് ചെറിയൊരു ഭീഷണി ഉണ്ടായിരുന്നു. കപ്പൽ അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് കൊച്ചി തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇന്ത്യൻ നാവികസേന ഇടപെടുകയും കപ്പലിനെ 45 നോട്ടിക്കൽ മൈൽ, നമ്മളിപ്പോൾ നിൽക്കുന്നിടത്തു നിന്നും 45 നോട്ടിക്കൽ മൈൽ ഉള്ളിലേക്ക് കൊണ്ടുപോയി സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറ്റുകയും ചെയ്തത്. എന്തായാലും ഈ 4 നാവികരെ കണ്ടെത്തുന്നതിനുള്ള നീക്കം ഇന്ത്യൻ നാവികസേന ഇന്ന് തന്നെ ആരംഭിക്കും. ബിനിൽ, ഓക്കെ, താങ്ക് യു. സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.